ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ബിക്കം എ ഡേറ്റ അനലിസ്റ്റ് ഇൻ 100 days എന്നുള്ളതിനെ കുറിച്ചാണ്. സോ ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള റോഡ് മാപ്പ് ആണ്. സോ ഇത് പഠിക്കാൻ എവിടെ നിന്ന് തുടങ്ങണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇതിൽ എന്തൊക്കെ ടൂൾസ് യൂസ് ചെയ്യണം എന്നുള്ളതും ഞാൻ പറയും. സോ ഇതിലേക്ക് പോകുന്നതിന് മുൻപ് ഡേറ്റ അനാലിസിസ് എന്താണ്, ഡേറ്റ അനാലിറ്റിക്സ് എന്താണ്, ആൻഡ് ഡാറ്റ അനാലിസ്റ്റ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. സോ ഡേറ്റ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഡേറ്റ ഉണ്ടെന്ന് വിചാരിക്കാം. അതിൻ്റെ മീനിങ് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ദെൻ അതിൽ നിന്ന് പാറ്റേൺസ് കണ്ടുപിടിക്കുക, കൺക്ലൂഷൻസ് എടുക്കുക, ഇതൊക്കെ ചെയ്യുന്ന പ്രോസസ്സാണ് ഡേറ്റ അനാലിസിസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കമ്പനിയിൽ സെയിൽസ് ഡേറ്റ കണ്ടിട്ട് എത്ര കസ്റ്റമേഴ്സ് ഉണ്ട്, എവിടെ നിന്നാണ് വരുന്നത്, എത്ര ലോസ് അല്ലെങ്കിൽ ഗെയിൻ ഉണ്ട് എന്നുള്ളതൊക്കെ നോക്കുന്ന ഒരു പ്രോസസ്സ്. സോ അതാണ് ഡേറ്റ അനാലിസിസ്. ഇനി ഡേറ്റ അനാലിറ്റിക്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ബ്രോഡർ ആയിട്ടുള്ള ഒരു ടേം ആണ്. സോ അതിൽ അനാലിസിസ് വരുന്നുണ്ട്, വിഷ്വലൈസേഷൻ ഉണ്ട്, പ്രെഡിക്ഷൻസ്, മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനെ മാറ്റി നിർത്താം. ഓക്കെ, സോ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന മെഷീൻ ലേണിംഗ് ഇൻക്ലൂഡ് ചെയ്യും. സോ അതൊരു ഫുൾ ഡേറ്റ ജേർണിയാണ്. സോ അനാലിസിസ് പ്ലസ് ടൂൾസ് പ്ലസ് ഡിസിഷൻസ് ഇസ് ഈക്വൽ ടു അനാലിറ്റിക്സ്. ഇനി ഡേറ്റ അനലിസ്റ്റ്, ഇതെല്ലാം ചെയ്യുന്ന ആളാണ് ഡേറ്റ അനലിസ്റ്റ്. അതായത് ഡേറ്റ ക്ലീൻ ചെയ്യും, അനലൈസ് ചെയ്യും, ചാർട്ട്സ് ക്രിയേറ്റ് ചെയ്യും, ആൻഡ് റിപ്പോർട്ട്സ് ആയിട്ട് പ്രസൻറ്റും ചെയ്യും. ഇനി വൈ ഡേറ്റ അനലിസ്റ്റ് ആർ നീഡഡ്? ഇന്ന് എല്ലാ കമ്പനീസും ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. ലൈക്ക് കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ്, സെയിൽസിൻ്റെ ഡീറ്റെയിൽസ്, മാർക്കറ്റിംഗ് ഡീറ്റെയിൽസ്, അങ്ങനെ പലതും. പക്ഷേ അത് ഡേറ്റ മാത്രമായിട്ടാണ് ഇരിക്കുന്നത്. സോ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയാണ് ഡേറ്റ അനലിസ്റ്റ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു ടീ കട നടത്തുന്നു എന്ന് വിചാരിക്കും. എത്ര ടീ സെയിലായി, എത്ര സ്നാക്സ് ആണ് ചിലവായത്, എവിടെ കൂടുതൽ ഓർഡർ വരുന്നു. സോ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബെറ്റർ ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റും. ആൻഡ് ദാറ്റ്സ് വൈ ഡേറ്റ അനലിസ്റ്റ് ആർ ഓൾവേസ് ഇൻ ഡിമാൻഡ്. ഇനി ഡേറ്റ അനലിസ്റ്റ് ആവാൻ എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളത് നോക്കാം. എൻട്രിയുടെ എഡ്യൂഫെസ്റ്റ് 2025 ഭാഗമായി എൻട്രിയിലെ AI ഇൻ്റഗ്രേറ്റഡ് കോഡിംഗ് കോഴ്സുകൾ ഏറ്റവും മികച്ച പ്രൈസ് ഡ്രോപ്പിൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. എഡ്യൂഫെസ്റ്റിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യൂ. സോ ഡേ 1 മുതൽ ഡേ 10 വരെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാം. സോ ഫസ്റ്റ് നമ്മൾ കവർ ചെയ്യേണ്ടത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഡേറ്റ അനാലിറ്റിക്സിൻ്റെ ഏറ്റവും ബേസ് ആണ്. ഇതിൽ മനസ്സിലാക്കാനുള്ളത് ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ്, ഡെസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ലൈക്ക് മീൻ, മീഡിയൻ ആൻഡ് മോഡ്. നമ്മൾ ചെറിയ ക്ലാസ്സസിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇത് നമ്മൾ ഒരു ഡേറ്റ സെറ്റിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ലൈക്ക് റേഞ്ച്, വേരിയൻസ് ആൻഡ് ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഡേറ്റ എത്രത്തോളം സ്പ്രെഡായി കിടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മെഷേഴ്സ് ഓഫ് സിമെട്രി, അതിൽ വരുന്നതാണ് സ്ക്യൂനെസ്സും കർട്ടോസസും. ദാറ്റ് ഈസ് നമ്മുടെ ഡേറ്റ നോർമൽ ആണോ അതോ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ സ്ക്യൂഡ് ആണോ എന്നൊക്കെ ഇതിൽ നിന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ വരുന്നതാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. റിയൽ വേൾഡ് ഡെസിഷൻസ് ചെയ്യാൻ നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു ടീ കടയുടെ എക്സാമ്പിൾ ഉണ്ടല്ലോ. സോ അതിലെന്തെങ്കിലും പുതിയൊരു ഓഫർ കൊടുത്തപ്പോൾ സെയിൽ കൂടിയോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് ഈ പറയുന്ന ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഉപയോഗിക്കാം. ആൻഡ് ഇതിൽ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകളുണ്ട്. സോ ആ ടെസ്റ്റുകളാണ് സി ടെസ്റ്റ്, കൈ സ്ക്വയർ ടെസ്റ്റ്, ടി ടെസ്റ്റ്, A/B ടെസ്റ്റിംഗ്, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. സോ ഇതൊക്കെ നമ്മൾ അവിടെ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡേ 10 മുതൽ ഡേ 30 വരെ നിങ്ങൾ കവർ ചെയ്യേണ്ട അടുത്ത ടോപ്പിക്കാണ് എക്സൽ എന്ന് പറയുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ടൂൾസ് ആണ് എക്സൽ ആൻഡ് മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ കവർ ചെയ്യാനുള്ളത് എക്സൽ ബേസിക്സ്, ഫോർമുലാസ്, ഫങ്ഷൻസ്, പിന്നെ ഡേറ്റ ക്ലീനിങ്, സോർട്ടിങ്, ഫിൽറ്ററിങ്, കണ്ടീഷണൽ ഫോമാറ്റിംഗ്, പിവറ്റ് ടേബിൾസ് ഉണ്ട്, ചാർട്ട്സ് ഉണ്ട്, പിന്നെ ലുക്കപ്പ് ഫങ്ഷൻസ്, ഡേറ്റ് ഫങ്ഷൻസ്, ഇതെല്ലാം അവിടെ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ പഠിച്ചതിന് ശേഷം ഒരു മെസ്സി ആയിട്ടുള്ള ഡേറ്റ സെറ്റ് എടുക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഡേറ്റ സെറ്റൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പല സൈറ്റുകളുണ്ട്, ലൈക്ക് കാഗൽ, അങ്ങനെ ഒരുപാട് സൈറ്റുകളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, പിവറ്റ് ടേബിൾ യൂസ് ചെയ്ത് ഒരു പ്രോഡക്റ്റ് സമ്മറി ബിൽഡ് ചെയ്യുക. ആൻഡ് ദെൻ അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തായിരിക്കും, മേ ബി ടോപ്പ് 5 പെർഫോമിംഗ് ഐറ്റംസ് ഹൈലൈറ്റ് ചെയ്യുക. അങ്ങനെ പല കാര്യങ്ങളും നമുക്കിവിടെ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദാറ്റ് ഈസ് ഒരു പ്രോജക്റ്റ് തന്നെ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. ഒരു വലിയ പ്രോജക്റ്റ് തന്നെ എടുത്ത് ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് റിസൾട്ടുകൾ കിട്ടും. സോ ഡേറ്റയൊക്കെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ
പിന്നെ നമ്മൾ ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് ഡേറ്റ ഫെച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഡേറ്റാ ബേസിൽ നിന്ന് ഡേറ്റ എങ്ങനെ എടുക്കണം. സോ ഇവിടെയാണ് SQL വരുന്നത്. സോ ഡേ 30 മുതൽ ഡേ 40 വരെ നിങ്ങൾ ചെയ്യേണ്ടത് SQL കവർ ചെയ്യുക എന്നുള്ളതാണ്. വൺ ഓഫ് ദ ഈസിയസ്റ്റ് ആൻഡ് മോസ്റ്റ് പവർഫുൾ ടൂൾസ് ഫോർ ഡേറ്റ അനാലിസിസ് ആണ് SQL. സോ ഡേറ്റാ ബേസിലുള്ള ഡേറ്റ റിട്രീവ് ചെയ്യാൻ നമുക്ക് SQL ആവശ്യമുണ്ട്. ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ നിന്നും 2024 ടോപ്പ് 10 കസ്റ്റമേഴ്സിൻ്റെ പർച്ചേസ് ഹിസ്റ്ററി വേണമെന്ന് വിചാരിക്കും. പക്ഷേ ഇത് മാനുവലായി എടുക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. സോ ഇതിന് പകരം SQL ക്വറി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെറും 3 സെക്കൻഡ്സിൽ തന്നെ റെസ്പോൺസ് വരും. സോ SQL പഠിച്ചു കഴിഞ്ഞാൽ ഡേറ്റാബേസ്, DBMS, RDBMS എന്നുള്ളതൊക്കെ കറക്റ്റായി മനസ്സിലാക്കണം. പിന്നെ കൺസ്ട്രെയിൻസ്, കീസ്, ഡേറ്റ ടൈപ്സ് ഒക്കെ മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് SQL കമാൻഡ്സ് ലൈക്ക് DDL, DML, DCL, TCL ഇതൊക്കെ കവർ ചെയ്യണം. ഇതെന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായാലാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ഡേറ്റ റിട്രീവ് ചെയ്യാനായി നമ്മളെ സഹായിക്കുന്ന കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ലൈക്ക് ഡേറ്റ ഫിൽറ്ററിംഗ്, സോർട്ടിംഗ്, ഗ്രൂപ്പിംഗ്, ജോയിൻസ്, സബ് ക്വരീസ്, ഫങ്ഷൻസ്, സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ്, വ്യൂസ് ആൻഡ് ദെൻ ട്രിഗേഴ്സ്. സോ ഇത്രയും കഴിഞ്ഞാൽ SQL ഏകദേശം നമ്മൾ നന്നായിട്ട് കവർ ചെയ്തു എന്നുള്ളതാണ്. സോ SQL പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. ലൈക്ക് ഹാക്കർ റാങ്ക്, ലീഡ് കോഡ്, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ. ഇപ്പോൾ ഡേറ്റ എങ്ങനെ ക്ലീൻ ചെയ്തു എന്നുള്ളത്, അല്ലെങ്കിൽ ഡേറ്റ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ക്ലീൻ ചെയ്ത ഡേറ്റയെ എങ്ങനെ ഫെച്ച് ചെയ്യാം എന്നും നമ്മൾ നോക്കിയതാണ്. നൗ ഇറ്റ്സ് ടൈം ടു വിഷ്വലൈസ് ദ ഡേറ്റ. സോ ഇതിനു വേണ്ടി നമുക്ക് Power BI യൂസ് ചെയ്യാം. സോ ഡേ 40 ടു ഡേ 60 നമ്മൾ കവർ ചെയ്യേണ്ടത് Power BI ഡാഷ്ബോർഡ്സ് ആണ്. ദാറ്റ് ഇസ് Power BI ഉപയോഗിച്ച് ഡാഷ്ബോർഡ്സ് ഒക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ Power BI എന്നത് ഒരു ബിസിനസ് ഇൻ്റലിജൻസ് ടൂളാണ്. ആൻഡ് ദാറ്റ് വാസ് ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. നമ്മുടെ കയ്യിലുള്ള ഡേറ്റ വെച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാഷ്ബോർഡ്സ് Power BI യൂസ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അത് മാത്രമല്ല, പല സോഴ്സസിൽ നിന്നും നമുക്ക് Power BIയിലേക്ക് ഡേറ്റ ലോഡ് ചെയ്യാനും പ്രീ പ്രോസസ്സ് ചെയ്യാനും വിഷ്വലൈസ് ചെയ്യാനും ഡാഷ്ബോർഡ് ആക്കിയിട്ട് റിപ്പോർട്ട് ഷെയർ ചെയ്യാനും പറ്റും. ഓൾ ഇൻ വൺ പ്ലേസ്. സോ ഈ 20 ഡേയ്സിൽ Power BIയിലുള്ള ഡേറ്റ ക്ലീനിങ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ, ഡേറ്റ മോഡലിംഗ്, ഡാക്സ് കാൽക്കുലേഷൻസ്, വിഷ്വലൈസേഷൻ ആൻഡ് ഡാഷ്ബോർഡ് ഡിസൈനിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാം. ഇതെല്ലാം ക്ലിയർ ആയാൽ കോർപ്പറേറ്റ് ലെവൽ ഡാഷ്ബോർഡ്സ് വളരെ സിമ്പിളായി ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ, യു ക്യാൻ ട്രൈ ക്രിയേറ്റിംഗ് എ സെയിൽസ് ഡാഷ്ബോർഡ് ഓർ HR അനാലിറ്റിക്സ് ഡാഷ്ബോർഡ്. അടുത്തത് ഡേ 60 ടു ഡേ 80 Python for EDA and data visualization എന്നുള്ളതാണ്. So Python is one of the most beginner friendly and powerful programming languages. ഒരുപാട് പവർഫുൾ ലൈബ്രറീസ് ഇവിടെ ഉണ്ട്. ഓക്കെ, സോ ഡേറ്റ ക്ലീനിങ്ങിനും അനാലിസിസിനും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. അത് മാത്രമല്ല, മറ്റൊരുപാട് ഫീച്ചേഴ്സും ഇതിനുണ്ട്. സോ ഡേ 60 മുതൽ ഡേ 80 വരെ നമ്മൾ കവർ ചെയ്യേണ്ടത് പൈത്തൺ ബേസിക്സ്, ലൈബ്രറീസ് ഫോർ ഡേറ്റ അനാലിസിസ്. ലൈബ്രറീസ് എന്ന് പറയുമ്പം ഒരുപാട് ലൈബ്രറീസ് ഉണ്ട്. ലൈക്ക് NumPy ഫോർ ന്യൂമെറിക്കൽ ഓപ്പറേഷൻസ്, Pandas ഫോർ വർക്കിംഗ് വിത്ത് സ്ട്രക്ചർ ഡേറ്റ, ഓക്കെ, ലൈക്ക് എക്സൽ ടേബിൾസ് ഒക്കെ പോലെ. പിന്നെ Matplotlib ആൻഡ് Seaborn വരുന്നുണ്ട്, ദാറ്റ്സ് ഫോർ ഡേറ്റ വിഷ്വലൈസേഷൻ. ഇത്രയും കഴിഞ്ഞാൽ EDA ആൻഡ് ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് ഒക്കെ വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റും. സോ ഇത്രയും കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് പഠിച്ചതെല്ലാം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. സോ ഡേ 80 മുതൽ ഡേ 90 വരെ പ്രോജക്ട്സ് പ്ലസ് നമ്മുടെ LinkedIn പ്രൊഫൈൽ തന്നെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. സോ ഡൂ ദ മിനി പ്രോജക്ട്സ് ആൻഡ് പോസ്റ്റ് ദം ഓൺ LinkedIn. ഇത് ചെയ്യുമ്പോഴാണ് റിക്രൂട്ടേഴ്സ് നമ്മളെ നോട്ടീസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു സെയിൽസ് പെർഫോമൻസ് ഡാഷ്ബോർഡോ അല്ലെങ്കിൽ ഒരു HR അട്രിഷൻ അനാലിസിസ് പോലെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് അത് നമ്മുടെ ഗിറ്റ്ഹബിലേക്ക് ഇടുക. ആൻഡ് ദെൻ ആ ഗിറ്റ്ഹബിലേക്കുള്ള ലിങ്ക് നമ്മുടെ LinkedIniൽ പോസ്റ്റ് ചെയ്യാം. ഇനി പ്രിപ്പറേഷൻ ടൈമാണ്. സോ ഡേ 90 മുതൽ ഡേ 100 വരെ നമുക്ക് വേണ്ടത് റെസ്യൂമേ പ്ലസ് ഇൻ്റർവ്യൂ പ്രിപ്പറേഷനാണ്. സോ ലാസ്റ്റ് 10 days ആണിത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് 10 days. സോ ഇതാണ് നമ്മുടെ ഫൈനൽ പോളിഷ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ റെസ്യൂമേ റെഡിയാക്കണം, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, ആൻഡ് ദെൻ മോക്ക് ഇൻ്റർവ്യൂസ് എടുക്കുക, ആൻഡ് ദെൻ പ്രിപ്പയർ ദ ബെസ്റ്റ് ആൻസേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ 100 days ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ ഇതുപോലെ ഒരു ക്ലിയർ റോഡ് മാപ്പുള്ള സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ നിങ്ങൾ ജോബ് റെഡിയാകും, ആൻഡ് ദാറ്റ് വിത്തിൻ 100 days. സോ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ കമൻറ്റ് I am in for 100 days. Thank you.